ആലപ്പുഴ കരൂരിൽ വിജയലക്ഷ്മിയെ പ്രതി ജയചന്ദ്രൻ കൊലപ്പെടുത്തിയത് അതിക്രൂരമായിട്ടെന്ന് റിപ്പോർട്ട് വരുന്നു. വിജയലക്ഷ്മിയുടെ തലയിൽ വെട്ടുകത്തിക്കൊണ്ട് ഇയാൾ 13 തവണ വെട്ടിയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത്. ആഴത്തിലുള്ള മുറിവുകളാണ് മരണകാരണമായത്. അമ്പലപ്പുഴ കരൂരിൽ വിജയലക്ഷ്മിയെ പ്രതിയായ ജയചന്ദ്രൻ കൊലപ്പെടുത്തിയത് അതിക്രൂരമായെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനം. പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ വിജയലക്ഷ്മിയുടെ തല കട്ടിലിൽ പിടിച്ചിടിച്ച ജയചന്ദ്രൻ തുണിയുപയോഗിച്ച് ശ്വാസം മുട്ടിക്കാനും ശ്രമിച്ചു. വിജയലക്ഷ്മി അബോധാവസ്ഥയിലായതോടെ വെട്ടുകത്തി ഉപയോഗിച്ച് വെട്ടിയെന്നാണ് ജയചന്ദ്രന്റെ മൊഴി. വിജയലക്ഷ്മിയുടെ തലയിൽ മാത്രം 13 തവണ ജയചന്ദ്രൻ തുടർച്ചയായി വെട്ടി. തലയുടെ പിൻഭാഗത്ത് മാത്രം 7 ആഴത്തിലുള്ള മുറിവുകളുണ്ട്. തലയ്ക്കേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പ്രതിയായ ജയചന്ദ്രനെ കരുനാഗപ്പള്ളി SCP അഞ്ജലി ഭാവനയുടെ നേതൃത്വത്തിൽ CI ബിജു, SIമാരായ ഷമീർ, കണ്ണൻ, ഷാജിമോൻ, വേണുഗോപാൽ, ജോയി, SCPO ഹാഷിം, രാജീവ്, SI അനിത, ASI ബിന്ദു, CPO നൌഫൽജാൻ എന്നിവരുടെ സംഘമാണ് ഇതുവരെ കേസിൽ അന്വേഷണം നടത്തിയത്. കേസ് ഇന്ന് കരുനാഗപ്പള്ളി പോലീസ് അമ്പലപ്പുഴ പോലീസിന് കൈമാറും. കൊലപാതകം നടന്നത് അമ്പലപ്പുഴയിലായതിനാൽ തുടർന്നുള്ള അന്വേഷണം അമ്പലപ്പുഴ പോലീസാണ് നടത്തുക. അതേസമയം കൊല്ലപ്പെട്ട വിജയലക്ഷ്മിയുടെ മൃതദേഹം നാളെ സംസ്കരിക്കും. കൊലപാതകത്തിൽ മറ്റാർക്കും പങ്കില്ലെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ ജയചന്ദ്രനെതിരെ പരമാവധി തെളിവുകൾ ശേഖരിച്ച് ഉടൻ കുറ്റപത്രം സമർപ്പിക്കാനാണ് പോലീസ് തീരുമാനം. അരുൺ രാജ്, 24, കൊല്ലം.